السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا حبيبي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله صلى الله عليه وسلم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم: أنا سيد ولد آدم لا فخر، وأول من ينشق عنه القبر، وأول شافع وأول مشفع. صدق رسول الله. كبائرنا تمحى بجاه محمد إذا طاشت الألباب في الموقف اللنكي، لذلك لاذ العاملون بجاهه وقد طاشت الألباب وازدحم الجفل، لواء رسول الله في الحشر خافق، وهل تحته إلا النبيون والرسل. ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് അടുത്ത മാസം മുതൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൊണ്ടാടുന്നത്. ഞങ്ങളെന്ന് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും, ഈമാനുള്ള മുഅ്മിനീങ്ങൾ എവിടേക്ക് ഉണ്ടോ അവിടേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് കൊണ്ടാടുന്നത്. ഈ സന്ദർഭത്തിൽ ഇതിനെ മുന്നോടിയായും കൊണ്ട് പരിശുദ്ധമായ സഫർ മാസത്തിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംബന്ധിച്ചുള്ള കുറച്ച് വിഷയങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അറിയുന്നത് ജനങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അതുമാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്കും നമ്മുടെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഇതിനുവേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾക്കെല്ലാം ആശീർവദിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ എല്ലാവർക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും കിട്ടുക എന്നുള്ള ഏക ലക്ഷ്യം കൊണ്ട് ഈ ക്ലാസ് ഇന്നിവിടെ തുടങ്ങുകയാണ്. അള്ളാഹു നമുക്കെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയാനും കേൾക്കാനും അവിടുത്തെ വിശേഷണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യമായി നമുക്ക് പറയാനുള്ളത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ നബിയെ, തങ്ങളെ ഞങ്ങൾ ഈ ലോകത്തേക്ക് അയച്ചത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും റഹ്മത്തായിട്ടാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും റഹ്മത്തായിട്ടാണ് ഞങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ അയച്ചത്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് മനുഷ്യർ മാത്രമല്ല, മലക്കുകൾ മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, ജീവ ഉള്ള വസ്തുക്കൾ മാത്രമല്ല, ജീവ ഇല്ലാത്ത വസ്തുക്കൾ മാത്രമല്ല, ഈ അള്ളാഹുവിൻ്റെ മഖ്ലൂക്കായി എന്തെല്ലാം ഈ ഭൂമി ഈ ലോകത്തുണ്ടോ അത് മുഴുവനിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്താണ്. ആ റഹ്മത്ത് അവർക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ അഭയകേന്ദ്രമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അന സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ അഭയകേന്ദ്രമാണ് ഞാൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സയ്യിദിൻ്റെ അർത്ഥം, സയ്യിദ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് അല്ലദീ യുഫ്സഉ ഇലൈഹി ഫിൻ നവാഇബി വശ്ശദാഇദി ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു മകാരിഹും വയദ്ഫഉഹാ അൻഹും. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നു. സയ്യിദ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിൻ നവാഇബി വശ്ശദാഇദി, എല്ലാ ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങളിലും എല്ലാ പ്രയാസങ്ങളുടെ സമയങ്ങളിലും ഒരു അഭയം ചെല്ലപ്പെടുന്ന, അഭയം തേടപ്പെടുന്ന ഒരു നേതാവാണ് ഞാൻ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അഭയം തേടുന്നത് മാത്രമല്ല, ഫയഖൂമു ബിഅംരിഹിം വയതഹമ്മലു മകാരിഹും വയദ്ഫഉഹാ അൻഹും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭയം തേടി പോകുന്ന സമയത്ത്, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനു വേണ്ടി തയ്യാറായി നിൽക്കുകയും അതിനെ ഏറ്റെടുക്കുകയും അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കളയുകയും ചെയ്യുന്നു എന്നാണ് സയ്യിദിൻ്റെ അർത്ഥം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നു. ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് റഹ്മത്ത്, ലോകത്തേക്ക് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ജീവികൾക്കും, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാം. ഓരോ ജീവികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് ഏത് രൂപത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്തൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിത്രുകൾക്ക് മാത്രം എന്നാണോ? അല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, അത് ശത്രുവായാലും മിത്രുവായാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വന്നവനായാലും നബി തങ്ങളെ സഹായിക്കാൻ വന്നവനായാലും ആരായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് റഹ്മത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി, ഒരു സഹാബി വന്ന് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, യാ റസൂലല്ലാഹ് ഉദ്ഉ അലൽ മുശ്രിക്കീൻ, നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ ഒരുപാട് ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന, നിങ്ങളെ മാത്രമല്ല നിങ്ങളെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങളെയും ഒന്നടങ്കം ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ മക്കയിലെ ചില ശത്രുക്കൾ, അവർക്ക് വേണ്ടി നിങ്ങൾ കേടായി പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ഇന്നി ലം ഉബ്അസ് ലആനൻ വഇന്നമാ ബുഇസ്തു റഹ്മാ, എന്നെ ശപിക്കുന്ന ആളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടില്ല. അതേ സമയത്ത് വഇന്നമാ ബുഇസ്തു റഹ്മതൻ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത് റഹ്മത്തായിട്ടാണ് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതിന് നമുക്ക് ഒരുപാട് ആളുകൾക്ക് പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക അങ്ങനെയാണ്. ഇവിടെ പലരും നേതാക്കളായി നിൽക്കുന്ന പല ആളുകളും പലപ്പോഴും ആരെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നാം പറഞ്ഞത് അനുസരിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിന് ബേജാറാകുന്ന എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുകയോ ചെയ്താൽ ഉടനെ ശപിക്കുക, ഉടനെ ശപിച്ചിട്ട് അതങ്ങോട്ട് സംഭവിച്ചാൽ അതിൻ്റെ കറാമത്താണ് എന്ന് പ്രഖ്യാപിക്കുക. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക സ്വീകരിക്കാത്തവരാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെയും നബി തങ്ങളുടെ ഭാര്യമാരെയും നബി തങ്ങളുടെ മക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെയും സ്നേഹിതന്മാരെയും നാട്ടുകാരെയും കുടുംബക്കാരെയും ഒന്നടങ്കം ആക്രമിച്ച ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്, ഇന്നി ലം ഉബ്അസ് ലആനൻ,
എന്നൊരു ശപിക്കുന്ന ആളായിട്ട് അല്ലാഹു തആല എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. വൈനമാ ബുഇസ്തു റഹ്മതൻ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചത് റഹ്മത്തായിട്ടാണ്. എൻ്റെ മുമ്പിൽ വരുന്ന ശത്രു, എൻ്റെ മുമ്പിൽ വരുന്ന മിത്രു, എൻ്റെ മുമ്പിൽ വരുന്ന ജീവികൾ, എൻ്റെ മുമ്പിൽ വരുന്ന നിർജീവ വസ്തുക്കൾ, എൻ്റെ മുമ്പിൽ ഏതെല്ലാം മഖ്ലൂക്കുകൾ വരുന്നുണ്ടോ അവർക്കൊക്കെ എന്നിൽ നിന്ന് റഹ്മത്താണ് അള്ളാഹു എന്നോട് നിർദ്ദേശിച്ചത്. അതാണ് നമുക്ക് മാതൃക. പിന്നെ എന്തെങ്കിലും ഒരു വലിയ സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് എതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എതിരാണ് എന്ന് തോന്നിയാൽ മതി, ഉടനെ അവർക്ക് ശപിക്കുക എന്നുള്ളത് അത് മുഅ്മിനിൻ്റെ ലക്ഷണമല്ല. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയല്ല എന്നും കൂടി നാം ഓരോരുത്തരും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നു, ഇന്നമാ മസലി വമസലു ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെയും എൻ്റെ ഉമ്മത്തിൻ്റെയും ഉദാഹരണം ഏതുപോലെ എന്ന് പറഞ്ഞാൽ കമസലി റജുലിൻ ഇസ്തൗഖദ നാറ, ഒരാളെ പോലെയാണ്, ഒരു മനുഷ്യനെ പോലെയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ തീ കത്തിക്കുന്നു. ഫജഅലത്തി ദവാബ് വൽ ഫറാഷ് യഖഅന ഫീഹ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീ കത്തിക്കുന്ന സമയത്ത് ആ തീയിലേക്ക് ഒരുപാട് മൃഗങ്ങൾ, ഒരുപാട് പാറ്റവസ്തുക്കൾ, ഇങ്ങനെ പാറിക്കളിക്കുന്ന ചെറിയ ചെറിയ ജീവികളൊക്കെ അതിൽ വീണു വെന്തു ഉരുകിപ്പോകുന്നു. അതേ സമയത്ത് വാന ആഖിദും ബിഹുജസിക്കും വഅൻതും തകഹമൂന ഫീഹി, നിങ്ങളും പോലും ആ തീയിൽ വീഴാൻ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളെല്ലാം ആ തീയിൽ നിന്ന് വീഴലിനെ തൊട്ട് ഞാൻ പിടിച്ചു നിർത്തുന്നു, തടയുന്നു. ആ തീയിലേക്ക് പോയി വീഴാത്തതുപോലെ ഞാൻ പിടിച്ചു നിൽക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാണ് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്തേക്ക് റഹ്മത്താണ്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ 10 കൊല്ലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലത്തോളം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വളരെ സുന്ദരമായ ആദർശങ്ങൾ ജനങ്ങൾക്ക് വളരെ ലളിതമായി, വളരെ സൗമ്യമായി, അവർക്ക് വളരെ സൗഹാർദ്ദപരമായി പ്രചരിപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ആക്രമിച്ചു, അവരെ ദ്രോഹിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലെ സഖീഫ് ഗോത്രക്കാർ അവരെ സന്ദർശിക്കാൻ, അവരോട് പോയി സംസാരിക്കാൻ, അവർക്ക് ദീൻ പ്രചരിപ്പിക്കാൻ, അവർക്ക് നല്ല ഇസ്ലാമിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ത്വായിഫിലേക്ക് പോയി. അവിടെ പോയി ആദ്യം കണ്ടുമുട്ടുന്നത് സഖീഫ് ഗോത്രക്കാരിലെ ഏറ്റവും പ്രമുഖനായ അബ്ദു യാലീൽ ഇബ്നു അബ്ദു കുലാൽ എന്ന് പറയുന്ന മനുഷ്യൻ, അതുപോലെ തന്നെ ഹബീബ്, മസ്ഊദ്, ബനു അംർ ഗോത്രക്കാരിൽപ്പെട്ട ഈ 3 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ പോവുകയാണ്. അവിടെ അവരെ സമീപിച്ചു, അവരോട് സംസാരിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും അവരിൽ നിന്ന് ഇങ്ങോട്ട് സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത്. കാരണം ആ വർഷത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും പ്രിയങ്കരമായ മഹാനായ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, അതുപോലെ നബി തങ്ങളെ എല്ലാ നിലക്കും പ്രൊട്ടക്ഷൻ നൽകിയ അബൂ ത്വാലിബ് മരണപ്പെട്ട ആ സന്ദർഭത്തിലാണ് ശത്രുക്കളുടെ അടങ്ങേറുകൾ, ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ ശക്തമായി വരുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോകുന്നു. അവരുടെ ഭാഗത്തിൽ നിന്നാണെങ്കിലോ അബ്ദു യാലീൽ അല്ലെങ്കിൽ ഹബീബാവട്ടെ മസ്ഊദ് ആവട്ടെ അവരാരും നബി തങ്ങളെ സഹായിക്കാൻ നിന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കുട്ടികളെയും അതുപോലെ തന്നെ ബുദ്ധി കുറഞ്ഞ ആളുകളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞു. 2 കാലുകളും പൊട്ടി രക്തം വലിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത രക്തം പോയിക്കൊണ്ട് നബി തങ്ങൾ വലിയ ക്ഷീണത്തിലായി. റബീയത്തിൻ്റെ തോട്ടത്തിൽ പോയി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തിൽ കർണു സആലിബ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബേജാറായി കാലിൻ്റെ രക്തം ഒഴുകിക്കൊണ്ട് നബി തങ്ങൾ ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ്
പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് തല ഉയർത്തി നോക്കുന്നത്. ആ സമയത്തൊരു നല്ല കാർമോടങ്ങൾ കാണുന്നു ആകാശത്തിൻ്റെ ഭാഗത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു നബി തങ്ങളോട്, ഓ നബിയേ, ഇതാ നിങ്ങളെ ആക്രമിച്ച, നിങ്ങൾക്ക് കല്ലെറിഞ്ഞ, നിങ്ങളെ കാലിൽ നിന്ന് രക്തം ഒലിപ്പിക്കാൻ കാരണക്കാരായ ഈ ത്വായിഫുകാരെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ജിബാലിലെ പർവ്വതത്തിനെ നോക്കി നിൽക്കുന്ന മലക്കിനെ അല്ലാഹു തആല ഏൽപ്പിച്ചു കഴിഞ്ഞു. ആ മലക്കിപ്പോൾ നിങ്ങളടുത്തേക്ക് വരും. ആ മലക്കിനോട് നിങ്ങളൊന്ന് മൂളിക്കൊടുത്താൽ മതി, നിങ്ങളൊന്ന് സമ്മതം കൊടുത്താൽ മതി. ആ മലക്ക് ഉടനെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പർവ്വതത്തിനെടുത്ത് ആ ശത്രുക്കളുടെ തലയിലേക്കിട്ട് അവരെ നശിപ്പിച്ചു കളയുന്നു എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, ഫഇന്ന ഖൗമി ലാ യഅലമൂൻ. അവർ അറിവില്ലാത്തവരാണ്, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവർ അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ തലയിലേക്ക് പർവ്വതം ഇടുന്നത് പോട്ടെ, അവരുടെ തലയിലേക്ക് ഒരു ചെറിയ കല്ല് പോലും എറിയരുത്. അവരൊരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കരുത്, നോവിക്കരുത്. ഒരു പക്ഷേ അവരുടെ സന്താന പാരമ്പര്യത്തിലെങ്കിലും ആരെങ്കിലും ഒരു മുവഹിദ്, ഏതെങ്കിലും ഒരു തൗഹീദ് അംഗീകരിക്കുന്ന, ഒരു ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അംഗീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിൻ ഉണ്ടായാലോ, അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ആലിമീങ്ങൾക്കും, എല്ലാ തങ്ങന്മാർക്കും, എല്ലാ നേതാക്കൾക്കും, എല്ലാ ഉമറാക്കൾക്കും, എല്ലാ പ്രവർത്തകന്മാർക്കും വലിയ മാതൃകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വരുന്ന മുഴുവൻ വസ്തുക്കൾക്കും, മുഴുവൻ മഖ്ലൂക്കൾക്കും റഹ്മത്തല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇത് വലിയ ഒരു പ്രത്യേകതയാണ്. അതാണ് 1500-ാമത്തെ ഈ ജന്മദിനത്തിൻ്റെ ഈ നല്ല സന്തോഷത്തിൻ്റെ ബക്കിൽ നിൽക്കുന്ന ഓരോ മുഅ്മിനും മാതൃകയായി സ്വീകരിക്കേണ്ടത്. റഹ്മത്തുൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയ സഹായങ്ങളും നബി തങ്ങളിൽ കിട്ടുന്ന റഹ്മത്തുകളും എല്ലാം ഓരോന്നായി അല്പാൽപമായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടു കൂടി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.